പേര് ജ്യോതി എന്നാണ്. ഒരു മലയാളി ചേട്ടൻ വന്നു, ചെറിയ ചെക്കനാ. ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവന് ഭയങ്കര വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഭയങ്കര മുട്ടിയായിട്ട് വന്നതാണ്. അപ്പോൾ റിസപ്ഷനിൽ, അന്ന് ഞാൻ റിസപ്ഷനായിരുന്നു കേട്ടോ. അന്ന് റിസപ്ഷനിൽ 100 ദിർഹംസ് അടച്ചു. 100 ദിർഹംസ് അടച്ച് ഇവൻ എന്നോട് ചോദിച്ചു മലയാളി ഏത് നല്ല ലേഡി വേണമെന്ന് ചോദിച്ചു. പക്ഷെ അവന് നല്ല വണ്ണമുള്ള പെണ്ണ് വേണം, നല്ല മുടി. അപ്പം ഞാൻ പറഞ്ഞു ഈ കൊച്ചിനെടുത്തോളം പറഞ്ഞു. എന്നിട്ട് ഇവന് ഈ കൊച്ചിനെടുത്ത് ഈ പെണ്ണെല്ലാം എന്നോട് പറയാം, വിജയിച്ചി ഇവ ചാടി കയറുന്നത് താഴെയാണെന്ന്. അതാ പറഞ്ഞു. ചിലർക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ ചില മൈൻഡാണ്, അങ്ങനെയൊന്നുമല്ല. പിന്നെ അവർ കാശിന് വേണ്ടി വരുന്നതല്ലേ. ചിലർ കുത്തും, ചില താഴോട്ട് തന്നെ പോവും. അങ്ങനെ തന്നെ ഇവിടെ ഒന്നും കിസ് ചെയ്യില്ല. അങ്ങനെ എനിക്കതിനോടൊന്നും താല്പര്യമില്ല. മനുഷ്യന്മാരല്ലേ, അത് ശരിയാ. എല്ലാം ആസ്വദിച്ച് ചെയ്യണം. അതെ, അത് നല്ല വൃത്തിയുള്ളവനായിരിക്കണം. നല്ല ബോഡിയൊക്കെ ക്ലീനാക്കി നല്ല സ്പ്രേ ഒക്കെ ഇട്ട് ദേഹത്തൊന്നും ഒരു വെള്ളത്തിൻ്റെ അംശം, നമ്മുടെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ അംശം വെള്ളം കശത്തേക്ക് ഒരു വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല. ഫുള്ളും നല്ല എന്താ പറയുക, നല്ല സ്മെല്ലും നല്ല ഇതായിരിക്കണം. എങ്കിൽ നമുക്ക് അവനെ സ്നേഹിക്കാനും പറ്റും. അവന് നമ്മളെല്ലാം കൊടുക്കും. കാരണം നമ്മുടെ കവളിലൊരു ഉമ്മ വെച്ചാൽ പോലും അവൻ്റെ ആ ഒരു സ്മെല്ല് നമ്മൾ ആസ്വദിക്കും, അവനെ കെട്ടിപ്പിടിക്കും. നമ്മൾ അറിയാതെ കണ്ണുകൾ അടച്ചു പോകും. അങ്ങനത്തെ ഉള്ള ചെക്കനായിരിക്കണം. അല്ലാതെ കുളിക്കുകയില്ല, പല്ലും തേക്കിയില്ല, വേർത്തൊലിച്ച് വരുന്നവർക്ക് നമുക്ക് എങ്ങനെ എന്ത് തോന്നാനാ? നമുക്ക് മടുക്കും. എനിക്ക് ഇഷ്ടമല്ല, നമുക്കൊരു ഇത് കിട്ടത്തില്ല. ചട്ടി ചൂടാവാതെ ദോശ ഒഴിച്ചിട്ട് എന്ത് കാര്യം? മുത്തേ ഇൻബോക്സ് ഒന്ന് നോക്കണേ പ്ലീസ്. ഞാൻ ഇൻബോക്സ് നോക്കാറില്ല കേട്ടോ. എൻ്റെ ഇൻബോക്സ് നോക്കാൻ ഇപ്പം തീരില്ല. എനിക്കൊരു ലോഡ് മെസ്സേജാണ് വരുന്നത്. ഇൻബോക്സിൽ പോരാഞ്ഞിട്ട് ഇപ്പോൾ വാട്സപ്പിലും ഇൻബോക്സ് തുറക്കാനേ പറ്റണില്ല. ഒരുപാട് മെസ്സേജ് കിടക്കുന്നു. ഉള്ളത് ഫുള്ള് പാകിസ്ഥാനിയും കുറേ മലയാളീസൊക്കെ ഉണ്ട്. ഒരു ലോഡ് മെസ്സേജ് കിടക്കാട്ടെ ഇൻബോക്സ്. എന്താ പെൺകുട്ടി, അമ്മച്ചിമാരുടെ ഒരാഗ്രഹം. ചില ആമ്പിള്ളേർക്ക് അമ്മച്ചിമാരോടായിരിക്കും ഭയങ്കര ഇഷ്ടം. കാരണം വെച്ചാൽ ഈ അമ്മച്ചിമാരെന്നൊക്കെ അവർക്ക് പണി നന്നായിട്ട് അറിയാം. ഈ 42 വയസ്സായതും 38 വയസ്സായ അമ്മച്ചിമാരുണ്ട്. അപ്പോൾ ഈ അമ്മച്ചിമാരോടാണ് കൊച്ചു പയ്യന്മാർക്ക് ഇഷ്ടം. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പയ്യന്മാർ ഇഷ്ടമല്ല. എനിക്ക് 30 വയസ്സിന് മേളിലോട്ട് തുടങ്ങി ഒരു 45 വയസ്സുള്ള ആണുങ്ങളോട് എനിക്ക് താല്പര്യം. അവർക്കാകുമ്പോൾ എല്ലാം അറിയാം. ചെറിയ പയ്യന്മാർക്ക് ആക്രാന്തം കൂടുതലാണ്, അവർക്കൊന്നും അറിയില്ല. ആരും ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും നല്ല മുട്ട ആരുടേത മലയാളിയിൽ? അത് പെണ്ണ് പറയാൻ പറ്റുമോ? എടാ, നമുക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണം. ഓക്കെ. പിന്നെ എൻ്റെ ഒരു കണിപ്പിൽ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു കാര്യം. ഞാൻ ചെറുതിനോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതെല്ലാവർക്കും അറിയാം. ഓക്കെ. ബിജി ഒരാളെ വെക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ അത്രമാത്രം തൃപ്തിപ്പെടുത്തുന്നവനും എനിക്ക് എൻ്റേതായ കുറേ ഇഷ്ടങ്ങളുണ്ട്. അതൊക്കെ ഒത്തുള്ള ആളെ മാത്രമേ ഞാൻ വെക്കൂ. ഓക്കെ. നമ്മളൊരു പുരുഷനെ വെക്കുമ്പോൾ അവൻ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നവനും എല്ലാം അറിയുന്നവനായിരിക്കും. ശുഭദിനം. ഹായ് ചേച്ചി, എന്തേ പറഞ്ഞോ? അങ്ങനെ ഗുഡ് മോർണിംഗ്. ചെറുതായാലും പണി നന്നായാലും പോരാ. നമ്മളൊരു ഒന്ന് കയറ്റുമ്പോൾ നമുക്ക് സുഖമില്ലാണ്ട്, എന്നിട്ട് നമ്മളൊരു പുരുഷനെ സാധനം കയറ്റുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണം. കയറുന്നുണ്ട്, നമുക്ക് ഒരു നല്ല ചെറിയൊരു വേദനയോടെ നമുക്ക് കയറണം. എങ്കിലേ ഒരു പെണ്ണിന് നല്ല മൂഡ് കിട്ടും. ഈ ചെറുത് കയറിയിട്ട് എന്താ കാര്യം? ഒന്നും അറിയില്ല. അത് കയറുന്ന ഒരു ഇതുപോലും കിട്ടില്ല നമുക്ക്. എനിക്ക് കുറച്ച് വേദനയോടെ കയറുന്ന എനിക്കിഷ്ടം. അല്ലാണ്ട് വേദന ഒന്നുമില്ലാണ്ട് ചുമ്മാ കയറ്റിട്ട് എന്ത് കാര്യം? അത് അറിയത്ത് പോലുമില്ല കയറുന്നുണ്ടെന്ന്.
നമ്മൾ നല്ല ഫോർപ്ലേ ഒക്കെ ചെയ്ത് കഴിയുമ്പം നമ്മൾ കയറുമ്പോണ്ടല്ലോ നമുക്ക് ചെറിയൊരു വേദനയും നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആ ഒരു ഒച്ചയൊക്കെ വെക്കണം, നല്ലൊരു സുഖം കിട്ടുള്ളൂ. നീ ഒരു മുത്ത് തന്നെ, പിന്നെ അല്ല. ബി ചേച്ചി ചെത്തിയ മുട്ടയാണോ ഇഷ്ടം, ചെത്താത്തതാണോ? ചേട്ടാ, ഇപ്പം ഒട്ടുമിക്ക ആളുകളുടെ എല്ലാവരും, ഇപ്പം മുസ്ലിംസ് മാത്രമൊന്നുമല്ല, ഇപ്പം ഹിന്ദു ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഇപ്പം എല്ലാവരും മുട്ട കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും തൊലിയില്ലാത്തവരാണ് ഭൂരിഭാഗം ആൾക്കാർ. ഓക്കെ, പിന്നെ ഈ തൊലിയുള്ള ആളുകളുണ്ടാവും, അവരുടെ തൊലി ഇങ്ങനെ ഉരുങ്ങി നിൽക്കും, അത് നല്ലതാണ്. ഓക്കെ, തൊലി കട്ട് ചെയ്തതും ഉണ്ടാവും, രണ്ടും കൊള്ളാം. പക്ഷേ ഏറ്റവും കൂടുതൽ പെണ്ണിന് സുഖം കിട്ടുന്നത് തൊലി ഉള്ളതാണ്. അത് ചിലവർ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തൊലി ഇങ്ങനെ ഇതാവും, അപ്പം തൊലി ഇല്ലാത്ത പോലെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചിലത് ഇങ്ങനെ എനിക്ക് അതിനോട് താല്പര്യം, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അറ്റൻഡ് ചെയ്യാറുമില്ല. തൊലി ഉള്ളതിനാണ് ഏറ്റവും കൂടുതൽ പെണ്ണുക്ക് സുഖം കിട്ടുന്നത്. കാരണം നമ്മൾ അടിക്കുമ്പോൾ തൊലിയോട് ഇങ്ങനെ പോകും, അപ്പം ആ തൊലി ഇങ്ങനെ നോക്കുമ്പോൾ നല്ല, അതിനാണ് ഏറ്റവും കൂടുതൽ സുഖം. തൊലി ഉള്ളതാണ് സുഖം. പിന്നെ വീണ വായിക്കാനാണെങ്കിൽ തൊലി ഇല്ലാത്തതായിരിക്കും. എനിക്കങ്ങനെ ഒന്നുമില്ല. എനിക്കൊരു കണ്ടീഷനുള്ളൂ, തൊലി ഇങ്ങനെ കിടക്കണത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല. എനിക്ക് അങ്ങനെയുള്ളവരോട് താല്പര്യമില്ല. പിടിക്കുമ്പോൾ തൊലി ഇങ്ങനെ നിൽക്കും, അത് നല്ല, അങ്ങനത്തെ സാധനം കൊള്ളാം. അതാണ് എനിക്കിഷ്ടം. കട്ട് ചെയ്ത തൊലിയോട് താല്പര്യമില്ല. പൂമര, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടോ? റൈസിക്ക ഇതെവിടെയായിരുന്നു? ഒരു സ്കൂളിൽ തന്നെ തുടങ്ങും. അല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ചില പെണ്ണൊക്കെ എങ്ങനെയാ നമുക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞു എന്നേ ഉള്ളൂ, എൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നീ 1 hour കളിക്കുമോ? ഓഫീസ് എല്ലാം ചിരിക്കുന്നു ലൈവ് കണ്ടിട്ട്. സീരിയസ്ലി നമ്മൾ പറയേണ്ടത് മുഖത്തേക്ക് പറയും. ഡ്യൂട്ടിയാണ്, ഇപ്പോൾ നോക്കിയതേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പെണ്ണക്ക് ചില ഇഷ്ടങ്ങളാണല്ലോ കേട്ടോ. ബാക്ക് സൈഡ് ഇഷ്ടമാണോ? ഞാൻ ഇതുവരെയായിട്ട് ബാക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ അറിയാമല്ലോ? അറിയാണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഓക്കെ, ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചു.